ഹായ് ഓൾ, ഇന്നത്തെ റെസിപ്പി 1/2 കിലോ വെയിറ്റ് വരുന്ന വാനില കേക്കിൻ്റെയും ചോക്ലേറ്റ് കേക്കിൻ്റെയും വീഡിയോസാണ്. ഏതൊരു കേക്കിനായാലും നമുക്ക് ബേസായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് കേക്ക് റെസിപ്പിയാണിത്. ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ സോസ് പാനിലാണ്. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് കേക്കാണിത്. അപ്പോൾ വാൻജോ കേക്കിനായാലും ട്രഫിളിനായാലും നമുക്ക് ഈ ഒരു കേക്ക് ബേസായിട്ട് വെക്കാം. അപ്പോൾ വാനില കേക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് മൈദ അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പ് കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കാൻ നോക്കാം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ മൈദ എടുക്കുമ്പോൾ എപ്പോഴും ബൗള് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പിടുക, 1 ടീസ്പൂണ് നെസ്കഫേൻ്റെ കോഫി പൗഡർ എടുക്കുക, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ ഡാർക്ക് കൊക്കോ പൗഡറാണ്. അപ്പോൾ നല്ലൊരു കളറായിരിക്കും കേക്കിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ വാനില കേക്കിലേക്കും ചോക്ലേറ്റ് കേക്കിലേക്കും വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 4 മുട്ട എടുത്തിട്ട് എഗ് യോക്കും എഗ് വെയിറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 കേക്കിലേക്കും വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ ഒരുമിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ളയിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസും 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും ഒഴിച്ചു കൊടുത്തിട്ട് ലോ ടു ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മിൽക്ക് എസൻസും ബട്ടർ എസൻസും കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് എസൻസും ബട്ടർ എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കാം. അപ്പോൾ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് എഗ് യോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു മഞ്ഞ കളർ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. നമ്മളിപ്പോൾ കേക്കിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഒട്ടും തണുപ്പുണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല, കേക്ക് ഹാർഡായി പോകും. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ബൗളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. കുത്തിയിട്ട് ഇളക്കാതെ കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വാനില സ്പോഞ്ച് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ബാറ്റർ നല്ല തിക്കായി തോന്നിയാൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ഒഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കേക്ക് താണു പോവും ബേക്കായി വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ പാൻ ഒന്ന് ഞാൻ ബട്ടർ പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ സൈഡൊക്കെ ക്രിസ്പിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണേൽ ഇതുപോലുള്ള ഗ്ലാസിൻ്റെ മൂടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഹോള് വന്നാൽ അതിൽ ടിഷ്യൂ വെച്ച് കൊടുക്കാം, ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിനൊക്കെ ആകുമ്പോൾ എപ്പോഴും ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ എടുക്കാൻ നോക്കാം, എന്നാലേ നല്ല പെർഫെക്റ്റ് കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇത്തിരി തിക്കായി തോന്നിയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ട ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തെടുക്കുന്നത്. ബട്ടർ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. ഹാഫ് kg കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് 2 സോസ് പാനിലാണ്. 6 ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടും ബേക്ക് ചെയ്യാം. ഓവൻ ഉണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. 2 കേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.